നമസ്കാരം. പുതുമഴ പെയ്താൽ പാറ്റകൾ പൊടിയാറുണ്ട്. ഈ പാറ്റകളുടെ ആയുസ് എന്ന് പറയുന്നത് ഈ പുതുമഴയ്ക്ക് ശേഷം പാറ്റകൾ പൊടിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ ഒരു ചാറ്റൽ മഴ വരെയാണ്. അതായത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായാൽ ഈ പൊടിഞ്ഞ പാറ്റകളൊക്കെ താഴെ വീഴും, അവയുടെ ചിറകുകളൊക്കെ അറ്റുപോകും. പിന്നെ ഈ പാറ്റകൾ തവളകളുടെയും അതുപോലെ തന്നെ മറ്റ് ചെറിയ ജീവികളുടെയും ഒക്കെ ഭക്ഷണമാണ്. എന്നാൽ ഇവ താഴെ വീഴുന്നത് വരെ നമുക്ക് വലിയ ശല്യമാണ്. വീടുകളിൽ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടാൽ അതിനടിയിലേക്ക് വരും, അതിൻ്റെ ചിറകുകളൊക്കെ അവിടെ അറ്റു വീഴാറുണ്ട്. ഒരു ശല്യം ഈ പാറ്റകൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായാൽ ഈ പാറ്റകളൊക്കെ അപ്രത്യക്ഷമാകും. ഞാൻ പറഞ്ഞല്ലോ, ഇവ മറ്റു ജീവികൾക്ക് ഭക്ഷണമായി മാറും. അമേരിക്കയുടെ പേരുകേട്ട യുദ്ധവിമാനങ്ങളുടെ അവസ്ഥ ഈ പുതുമഴയത്ത് പൊടിഞ്ഞ പാറ്റകളുടെ ഒരു അവസ്ഥ തന്നെയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. കൊട്ടിഘോഷിച്ച് അവർ കൊണ്ടുവന്ന F-35 വിമാനം 2 തവണ ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടു, 2-3 തവണ വെടിവെച്ചിട്ടു. അതിനുശേഷം ഇപ്പോഴിതാ F-16, F-15, A-10 എന്ന് പറയുന്ന ഇവരുടെ പ്രത്യേക യുദ്ധവിമാനങ്ങളൊക്കെ ഇറാൻ വെടിവെച്ചിട്ടു. 24 മണിക്കൂറിനുള്ളിലാണ് ഇവിടെ 3-4 വിമാനങ്ങൾ അമേരിക്കക്ക് നഷ്ടപ്പെട്ടത്. ഈ വിമാനങ്ങളിലെ ജീവനക്കാരെ തപ്പിയിറങ്ങിയ 2 ഹെലികോപ്റ്ററുകളും ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടു. ഒരു ഹെലികോപ്റ്ററിന്റെ പേര് ബ്ലാക്ക് ഹോക്ക് എന്നാണ്, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ. അതുപോലെ തന്നെ ചിനൂക്ക് ഹെലികോപ്റ്റർ. അങ്ങനെ വലിയ നഷ്ടം അമേരിക്കക്ക് 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായി. നേരത്തെ ഏകദേശം 20ഓളം വിമാനങ്ങൾ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗദിയിലെ എയർബേസിൽ കിടന്നിരുന്ന വിമാനം, അതുപോലെ തന്നെ ഒരു F-35 വിമാനം നേരത്തെ ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. മാജിദ് എന്നു പേരുള്ള ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെയൊക്കെ ഇറാൻ അടിച്ചു വീഴ്ത്തിയത്. എന്തായാലും ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിക്കുകയാണ്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ട്രംപിന്റെ അവസ്ഥ അതിദയനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർലമെന്റ് സ്പീക്കർ കളിയാക്കിയത്. ഇറാനിൽ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ആളുകൾ സ്വന്തം പൈലറ്റിനെ തപ്പി അവരെ ഇതുവരെ കണ്ടെത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. ആദ്യം പൈലറ്റിനെ പോയി കണ്ടുപിടിക്കൂ, അതിനുശേഷം ഇറാനിൽ ഭരണം മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അമേരിക്കയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇസ്രായേലിന്റെ അവസ്ഥയും ഏകദേശം സമാനമാണ്. 24 മണിക്കൂറിനിടെ ഇസ്രായേലിന്റെ 5 എയർക്രാഫ്റ്റുകൾ ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടു. റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് രഹസ്യങ്ങൾ ചോർത്താൻ കഴിവുള്ള എയർക്രാഫ്റ്റുകളാണ് ഇവിടെ ഇറാൻ വെടിവെച്ചിട്ടത്. എങ്ങനെ ഇറാൻ ഇതൊക്കെ കഴിയുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക അങ്ങനെ വായും പൊളിച്ച് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അതായത് അമേരിക്ക മനസ്സിൽ കണ്ട പല കാര്യങ്ങളും ഇറാൻ മാനത്ത് കണ്ടു. എന്തായാലും ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സഹായം നമുക്ക് ഇവിടെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. വലിയ സഹായങ്ങളും ഇറാന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക യുദ്ധം നിർത്തണം എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് ചൈനയും റഷ്യയും ഒക്കെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിസ്ബുള്ളയുടെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം അതും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അതായത് സ്കഡ് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഹിസ്ബുള്ള ഇത്തരത്തിലൊരു ആയുധം ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നത്. ഇത് റഷ്യൻ നിർമ്മിതമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദിൽ അമേരിക്കയുടെ ചാരസംഘടനയായിട്ടുള്ള CIA ഒരു കേന്ദ്രം അത് ഇറാൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു. വലിയ നഷ്ടമാണ് അമേരിക്കക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായത്. ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ടെല്ലവീവിലെ മൊസാദിന്റെ കേന്ദ്രം പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ റിയാദിലെ CIA കേന്ദ്രവും തകർത്തു കളഞ്ഞു. ഒരുപാട് അമേരിക്കൻ സൈനികർക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ഇപ്പോഴും അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ചറപറ വീഴുകയാണ്. ഈ പാറ്റയുടെ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക്. അധികം ആയുസില്ല, ചറപറ വീണുകൊണ്ടിരിക്കുന്നു. ഹെലികോപ്റ്ററുകൾ വീണുകൊണ്ടിരിക്കുന്നു, എയർക്രാഫ്റ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ പാളി. ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇറാന്റെ ആകാശം എന്ന് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ഇവിടെ ഇറാൻ മാനത്ത് ഇവിടെ മാജിക് കാണിക്കുന്നത്. ട്രംപ് പറഞ്ഞതുപോലെ എന്തോ ഒരു അജ്ഞാത ശക്തി ഇപ്പോൾ ഇറാന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്താണ്
ഈ ശക്തി എന്നതിനെ കുറിച്ച് ട്രംപിന് എത്ര ചിന്തിച്ചാലും ഒരു രൂപവും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും അതിശക്തമായ തിരിച്ചടികൾ എല്ലാ മേഖലകളിലും അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലും വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാന്റെ ഈ മിസൈൽ ശേഷി ഗൾഫ് രാജ്യങ്ങളുടെ നേർക്കല്ല കാണിക്കേണ്ടത്, ഇത് അഹങ്കാരമാണ് എന്ന പ്രതികരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആരാണ് അഹങ്കരിച്ചത്, ആരോടാണ് അഹങ്കരിച്ചത് എന്ന കാര്യം ഈ ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കണം, അത് വ്യക്തമാക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്തായാലും അതിശക്തമായ ആക്രമണങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനും നേരെ ഉണ്ടായപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഇറാന് മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് 48 മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് വെടിനിർത്തണം, ഞങ്ങളൊന്ന് ശ്വാസം വിടട്ടെ എന്നുള്ളതാണ് ട്രംപിന്റെ ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൽക്കാലം അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഈ സമയം ഇനി എപ്പോഴാണ് ആകുന്നത് എന്ന് ചോദിച്ചാൽ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സമയം അത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എന്നത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. എന്തായാലും പുതിയൊരു വാർത്ത കൂടെ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമൂസിന് പുറമെ ബാബൽ മന്ദബ് കൂടെ ഇറാൻ അടയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിരൂക്ഷമായ ഒരവസ്ഥയിലേക്ക് ഇന്ധനക്ഷാമം ഒക്കെ ശരിക്കും പറഞ്ഞ രാജ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.